യാത്രയാകുമ്പോൾ നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാനുണ്ട്, ദൈവത്തെ സ്തുതിക്കാനുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താനുണ്ട്. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ഇടവകയ്ക്കും ദൈവം നൽകിയ വലിയ സമ്മാനമല്ലേ? ആ വലിയ സമ്മാനത്തെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണവും പ്രഖ്യാപനവുമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ കീർത്തനങ്ങളും നമ്മുടെ സ്തോത്രങ്ങളും എല്ലാം ഈ മണ്ണിൽ നിന്നും ഉയരുന്നത് സ്വർഗീയ നിവാസികളുടെ, മാലാഖമാരുടെ, വിശുദ്ധരുടെ സ്തോത്രങ്ങളോടും കീർത്തനങ്ങളോടും ചേരാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഈ പുരോഹിതന്റെ മനസ്സിലും കരങ്ങളിലും ഹൃദയത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനകളെല്ലാം മാലാഖമാരുടെ പ്രാർത്ഥനകളോടും കീർത്തനങ്ങളോടും ചേർന്ന് ലയിക്കുന്നു എന്ന് ഞാൻ എന്റെ മനസ്സിൽ സ്വപ്നം കാണുകയാണ്. അതങ്ങനെ ലയിച്ചില്ലാതാകണം. കാരണം നമ്മുടെ ജീവിതവും അങ്ങനെ ആകാനുള്ളതാണ്. വിശുദ്ധരോടുള്ള കൂട്ടായ്മ, വിശുദ്ധരോടുള്ള ഐക്യം, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളൊരു മൃതസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സുകളിൽ നമുക്ക് സൂക്ഷിക്കാനുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഭൂമിയിൽ വിശ്വാസ ജീവിതത്തിന് നമുക്ക് നേതൃത്വവും നമുക്ക് മാതൃകയും നമുക്ക് പ്രചോദനവും ഒക്കെ നൽകിയ ഒരാളെ നാം ഈ സംസ്കാര ശുശ്രൂഷകളിലൂടെ ദൈവാലയത്തിലും തുടർന്ന് സെമിത്തേരിയിലും ഒക്കെ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ ഈ ഭൗതിക ശരീരം അത് തന്നവന്റെ പാദാന്തികത്തിൽ നമ്മൾ വയ്ക്കുകയാണ്. അവൻ ഒരു നാൾ ഇത് മഹത്വപൂർണമായി ശരീരമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. അത് മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഈ മണ്ണുകൊണ്ട് അവിടുന്ന് മെനഞ്ഞെടുത്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ മണ്ണുകൊണ്ട് രൂപപ്പെടുത്തിയ ശരീരം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും മഹത്വപൂർണമായ ആ ശരീരത്തിന്റെ ഭാഗമായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നമുക്ക് ഈ വിശ്വാസ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിച്ച്, ദൈവമേ, നീ ഈ ദാസനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നേറ്റ് പറയാം. ഈ വൈദികൻ എത്രയോ സ്ഥലങ്ങളിലായി 20ഓളം ഇടവകകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന്റെ വാസസ്ഥലമായിരുന്നു. ഈ ഭവനത്തിൽ നിന്നും പോയതിനു ശേഷം അങ്ങനെയല്ലേ, ഒത്തിരി വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ വാസസ്ഥലം ഞങ്ങളൊക്കെ ചെന്ന് ചേരുന്ന ഞങ്ങളുടെ വൈദിക മന്ദിരം, വൃദ്ധ വൈദികരുടെ മന്ദിരമാണ്. അവിടെ നിന്നുമുള്ള യാത്ര ഈ യാത്രയാണ് എന്നും ഞങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള അനേക ഭവനങ്ങളിലുള്ള മാറി മാറിയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനത്തിന്റെ പ്രതീകം തന്നെയല്ലേ? ഒന്നും അങ്ങനെ സ്വന്തമാക്കി സൂക്ഷിക്കാനുള്ളതല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു യാത്രയിലെ സങ്കേത ഭവനങ്ങളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ വീടിനോട് ചേർന്ന് ഈ വൈദികൻ വസിച്ചിട്ടുള്ള എല്ലാ വീടുകളും, ഏറ്റവും അവസാനം അദ്ദേഹം വസിച്ച വൈദിക മന്ദിരവും എല്ലാം നമുക്ക് ഭൂമിയിൽ ദൈവം നൽകുന്ന വാസസ്ഥലങ്ങളുടെ ഭാഗമായി അവിടുത്തെ തിരുസന്നിധിയിൽ നന്ദിയോട് നമുക്ക് ഓർക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഒത്തിരി ആളുകള് ഇദ്ദേഹത്തിന്റെ ഈ വൈദികന്റെ ശുശ്രൂഷയിലൂടെ അനുഗ്രഹീതരായി തീർന്നിട്ടുണ്ട്. കൂദാശകളുടെ പരികർമ്മത്തിലൂടെ മറ്റ് ശുശ്രൂഷകളിലൂടെ ഒക്കെ അനുഗ്രഹീതരായിട്ട് തീർന്നിട്ടുണ്ട്. അതൊന്നും എണ്ണിയെടുക്കാനൊന്നും നമുക്കാവില്ല എന്നുള്ളതാണ്. എങ്കിലും ആ ശുശ്രൂഷകളിലൂടെ ഒക്കെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഇടവന്നിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഈ അവസരത്തില് നന്ദിയോടുകൂടെ ദൈവതിരുസന്നിധിയിൽ സ്മരിക്കാൻ കഴിയുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യമാണ്. കാരണം ഈ അച്ഛന്റെ 65 വർഷങ്ങളിലെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമായി തീരാൻ, അനേകായിരങ്ങളുടെ ജീവിതത്തിന് സൗഖ്യമായി തീരാൻ, പ്രചോദനമായി തീരാൻ, മാർഗദർശനമായിട്ട് തീരാൻ ഒക്കെ ദൈവം കനിഞ്ഞല്ലോ, ദൈവം ഇടവരുത്തിയല്ലോ. നമ്മുടെ ജീവിതത്തെ ഒക്കെ ദൈവം ഇങ്ങനെ സമ്പന്നമാക്കുന്നു എന്നോർത്തുകൊണ്ട് അവിടുത്തോട് നന്ദി പറയുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട വൈദികനെ അവിടുത്തെ കരങ്ങളിൽ നമുക്ക് കൃതജ്ഞതയോടെ സമർപ്പിക്കാം. ദൈവമേ, നീ നൽകിയ ദാനം എത്രയോ മഹത്തരമാണ്, എത്രയോ സുന്ദരമാണ്. ഞങ്ങൾ നിന്റെ തൃക്കരങ്ങളിൽ അവനെ സമർപ്പിക്കുമ്പോൾ നീ അവനെ നിന്റെ മഹത്വത്തിൽ പങ്കുചേർക്കണം. നിന്റെ മഹത്വത്തിന്റെ കിരീടം അവന് നൽകണം. ഞാൻ നല്ല വണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി,
അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് എന്നെ നീതിയുടെ കിരീടം അണിയിക്കുമാറാകട്ടെ എന്ന് പൗലോസപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓരോ വ്രതസംസ്കാര ശുശ്രൂഷയിലും നമ്മളിത് വായിച്ചു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഓട്ടവും നല്ല യുദ്ധവും ഒക്കെ നടത്തി വിശ്വാസം സംരക്ഷിച്ച് കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ നീതിയുടെ കിരീടം അണിയിക്കപ്പെടണമേ എന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹമുള്ള മാത്യു അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിച്ചവനെ നീതിയുടെ കിരീടം അണിയിക്കുകയും നിന്റെ ഭവനത്തില്, നിന്റെ മഹത്വത്തില് നീ അവനെ പങ്കുചേർക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ നന്മകൾക്കും വേണ്ടിയുള്ള കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം,
നേരായ കൈവല്യമാർഗം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്നെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നീ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃഗനായുസ്സും യുദ്ധങ്ങൾ പാടും മൃഗരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുഖരാണവരും നോക്കണമേ. അവതരണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. വദനമുടരാൻ വരമരുളേണം. ഉന്നത മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും. കാഹളനാദം പൂജിതമല്ലോ. ഉന്നത കൃപനാ മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃഗരെ മഹിമാവൊഴുകും. മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത കൃപനാ മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനയർപ്പിച്ച കർത്താവേ, ആ ശക്തമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ മാത്യുവച്ചനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനോവിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെടുന്ന സുഖരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം, തവ സങ്കീർത്തനഗാനം. ജെറൂസലേമിൽ നേർച്ചകളഖിലം അർപ്പിത. ജീവന്റെ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം, രക്ഷയും നൽകുന്നു. ും
ജീവിക്കുന്നവരെ ആവോളം പരിപാലിക്കണമേ. ഉദാഹരണങ്ങളെ രക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ അംഗീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നിയമത്വത്തോടുകൂടിയാകുന്നതിനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ വിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കരൾ വഴി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവേ, കനിയോടെ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന വാഗ്ദാനങ്ങളെ കേൾക്കാൻ നിന്റെ ദാസനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയോടെ അന്തിമമായിരിക്കും നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാനവരും നോക്കണമേ. പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണകളെ നിയമിക്കുകയും നിന്റെ ജാതിക്കും ഞങ്ങളുടെ പാവങ്ങൾ നയിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ഗ്രഹത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നതകൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ല. ഉന്നതകൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. നാഥനന്ത്യവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലയിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായിക്കപ്പെട്ടതിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എന്നേക്കും. ആശ്വസിപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നീ നിർത്തണമേ. നല്ലവരത്വനമ്പാകേ
നിലനിൽപ്പം പൊട്ടിമുഴങ്ങും കാകളനാഥൻ ഗീതമല്ലോ മരിച്ചവരെ കർത്താവ് ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ. ഗാനപ്രദേശമുണ്ടാകുന്ന മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കാം. സ്വർഗരാജ്യത്തിന്റെ വാതിലെടുക്കുകയും മരിച്ചവരായിട്ട് പറഞ്ഞു വരികയും സജ്ജമാക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദര വൈദ്യരെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ സമൂഹത്തിനും നിന്റെ കൃപയും അനുഗ്രഹവും വിശുദ്ധമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും കരുണയുള്ള കർത്താവെ, കരയുന്നവനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. വാഗ്ദാന പ്രതീക്ഷയാർന്നദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും, മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സ്തുതരാണവൻ മൗനമേ. അവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കാം. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവധികാലം അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ പ്രളയം ജീവൻ ഉദിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപരാമിശിഹാനാഥ
തിരുനാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മനുഷ്യവംശത്തിന്റെ രക്ഷകനമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധിയുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ യാഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്താൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കരകടി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബഹുമാനപ്പെട്ട മുഞ്ഞനാട്ടച്ഛൻ എന്നെ സെമിനാരിയിൽ വൈദിക പഠനത്തിനായിട്ട് വിട്ടതാണ്. അച്ഛനോടുള്ള ആ കടപ്പാടും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം ബന്ധപ്പെട്ട എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, അറിയുന്നതിനെ വിളിക്ക് സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും വാഗ്ദാന പ്രതീക്ഷാതിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, ഞാൻ പ്രകൃതിക്കും മഹിമയുടെ നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരത്തുവനാകേ ആകാശവും ഭൂമിയിൽ നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതലായ ചേർക്കണമേ.
വരമരുളേണം. വിധിയുടെ നാട് വിജയപ്രഭയിൽ വെണ്ണരമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉചിതമല്ലോ. മൃഗരെല്ലാവരും മിന്നി വിളങ്ങും വരമരുളേണം. നീതിവിധിയുടെ ദിവസത്തിൽ ഈ പുരോഹിത ശ്രേഷ്ഠനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ദേശിക്കുന്നവരെ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശം രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സത്യമുണർവിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ യാതകനാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്ത മനുഷ്യരുടെ ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ മഹിമാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം വായേ. ഞാൻ ആശ്രയിച്ചു കർത്താവേ, കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. ഉദ്ധാനം രക്ഷയുമുയരും നടക്കുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനവയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും. മൃതരാന്തരരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. നീ ആകാശത്തിലും ഭൂമിയിലും സുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ.
ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജീവന്റെയും മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെ നാഥനും ദൈവമായ വിശുദ്ധായ കുരിശിടത്തോടും ദൈവനരകം പടിയോടും കൂടെ വാനമേഖലയുടെ ദൈവദൃഷ്ടാകയും സുഖരായത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചോരക്ഷരായ കവടം കേൾക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന വൈദ്യ ദിവസത്തിൽ നിന്നിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിന് സ്വന്തമായ സുഖരാജ്യങ്ങളിൽ ഈ സഹോദര വൈദികനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, വരുന്നതിനെ വിളിക്കുകയും നിങ്ങളുടെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ ഈ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിനെ അനുകീർത്തിക്കും. മഹിമയുടെ അന്തിമ നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരച്ചു അലമ്പാകെ രക്ഷയും നൽകുന്നു. താപമല്ലോ കർത്താവേ, ജീവിക്കുന്നവരമയം നീ നൽകണമേ. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. അവസാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, പുരുഷന്റെ അടയാളത്തോടും ദേവന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ ദീപത്തിഷ്ണാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചരക്ഷരായി കവടുന്നു വെക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേദനിക്കുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരത്തിൽ നിന്ന് ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തേക്ക് ഞങ്ങളുടെ വൈദ്യ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആശ്രയിക്കുന്നതിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും നിർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ല വരത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസാവലിയമ്മേ സുരരാണവരെ നോക്കണമേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴവെയിലുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. വരമരുളേണം മൃതരെല്ലാരും പിന്നെ വിളങ്ങും വചനമുടരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും പിന്നെ വിളങ്ങും വചനമുടരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മുഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും പിന്നെ വിളങ്ങും വചനമുടരാൻ വരമരുളേണം. അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു, അർച്ചന ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. കാത്തുനിന്നതിന് ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷിക്കണമേ. ഞാൻ വിളിക്കുന്നു, അർച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവോജ്വലായ പ്രധാനാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തെ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തെ ദൈവവാനും മനുഷ്യത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തെ വേർതിരിഞ്ഞു പോയി നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണ്ഡലയിലേക്ക് നയിക്കുവാനായ വാനമേഖകൾ നീ മുഖത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടില്ലാത്തതും മാതൃല്ലാത്ത ധ്യാനത്തിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.